ഇന്ന് എന്നെ തൊട്ട് തൃപ്തിപ്പെടാൻ, നിന്റെ ഇഷ്ടം ലഭിക്കാൻ ഞാനെന്താണ് ചെയ്യേണ്ടത് എന്ന് 100 തവണ ഞാൻ റബ്ബിനോട് ചോദിച്ചതാ. റബ്ബ് പറഞ്ഞതാ തിലാവത്തുൽ ഖുർആൻ, അത് ഖുർആൻ ഓതലാ. അതേ ഖുർആനിന്റെ ആളുകൾ അഹ്ലുൽ ഖുർആനി അഹ്ലുല്ലാഹ് വ ഖാസത്തുഹു. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന, ഖുർആനുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ അവര് അല്ലാഹുവിന്റെ പ്രത്യേകക്കാരാ, റബ്ബിന്റെ ആളുകളാ. ഈ ഖുർആൻ കൊണ്ട് എന്നിലേക്ക് അടുക്കുന്നത് പോലെ, ഈ ഖുർആൻ കൊണ്ട് എന്റെ ഇഷ്ടം സമ്പാദിക്കുന്നത് പോലെ, എന്റെ തൃപ്തി സമ്പാദിക്കുന്നത് പോലെ ഒന്നുകൊണ്ടും തൃപ്തി നേടാനില്ല. ആഖിർ സമാനിലെ മക്കളെ, ഈ വിശുദ്ധ ഖുർആൻ എല്ലാ ദിവസവും കാലത്തൊരു പേജെങ്കിലും ഓതണമെന്ന്, വെള്ളിയാഴ്ച ദിവസം രാത്രിയിലും പകലിലും അൽ-കഹ്ഫ് സൂറത്ത് ഓതണമെന്ന്, 3 പ്രാവശ്യം രാത്രിയും 3 പ്രാവശ്യം പകലും ഓതണമെന്ന് അഇമ്മത്ത് എഴുതി വെച്ചപ്പോ, ഹബീബായ തങ്ങളെ ഹദീസ് എടുത്തുദ്ധരിച്ച് പറഞ്ഞപ്പോ, ഖുർആൻ ഓതാത്ത ദിവസങ്ങൾ ഉണ്ടാവരുത് എന്ന് സർവ്വ ആളുകളും പറയുമ്പോ ഞാൻ ചോദിക്കുന്നു, മോനെ, പ്രിയപ്പെട്ട പെങ്ങളെ, ഒരു വെള്ളിയാഴ്ച ദിവസമെങ്കിലും ഒരു തവണയെങ്കിലും അൽ-കഹ്ഫ് സൂറത്തൊന്ന് ഓതി തീർക്കണമെന്ന് ചിന്തിക്കലുണ്ടോ? ഓതിയിട്ടുണ്ടോ? എനിക്ക് പ്രായപൂർത്തിയെത്തിയതിനു ശേഷം ഒരു വെള്ളിയാഴ്ച പോലും അൽ-കഹ്ഫ് സൂറത്ത് ഓതാത്തതില്ല. പറയാൻ ധൈര്യമുള്ള മുഅ്മിനീങ്ങളുണ്ടോ? മുസ്ലിമീങ്ങളുണ്ടോ? എന്തെല്ലാം വായിച്ചു തീർക്കാൻ നമുക്ക് സമയമുണ്ട്. അതേ മൊബൈൽ വരുന്ന വാട്സാപ്പ് മുഴുവനും നോക്കി തീർക്കാൻ സമയമുണ്ട്. ടെസ്റ്റ് മെസ്സേജ് മുഴുവനും വായിച്ചു തീർക്കാൻ സമയമുണ്ട്. എല്ലാം കഴിഞ്ഞ് രാത്രി കിടപ്പറയിലേക്ക് ചെല്ലുമ്പോഴും ഇത് വായിച്ചു തീർക്കാൻ നമുക്ക് സമയമുണ്ട്. മോനെ, നിനക്ക് ബുദ്ധി തന്നല്ലോ, നിനക്ക് സൗന്ദര്യം തന്നല്ലോ, നിനക്ക് കഴിവ് തന്നല്ലോ, സംസാരശേഷി തന്നല്ലോ. ഇന്നലെ ഞാനൊരു വഅദിന് പോയതാ, ഇതുപോലത്തെ ഒരു മജ്‌ലിസിൽ പങ്കെടുത്തതാ. ഒരു സയ്യിദിന്റെ സാന്നിധ്യമാ. ആ സയ്യിദിന്റെ സദസ്സിലേക്ക് ചെല്ലുമ്പോ എന്റെ വണ്ടിക്കടുത്ത് വന്നുകൊണ്ടൊരാള് സ്വീകരിച്ചു. നല്ലൊരു മുത്തഅല്ലിമ്, വല്ലാത്ത മുത്തഅല്ലിമ്, ഒരുപാട് ഖിദ്മകൾ ചെയ്യുന്നു, വല്ലാതെ സ്നേഹത്തോടെ പെരുമാറുന്നു. പക്ഷേ ഒരക്ഷരം മിണ്ടുന്നില്ല. ഞാൻ ഓർത്തുപോയി, തങ്ങളെ നേരത്തെ എനിക്ക് കണ്ട് പരിചയമില്ല. ഞാൻ ഓർത്തു, ഇതായിരിക്കുമോ ഞാൻ എന്നെ ക്ഷണിച്ചിരിക്കുന്ന സയ്യിദെന്ന്. അവസാനം സയ്യിദിന്റെ ഹദ്റത്തിലേക്ക് കൊണ്ടുപോയപ്പോഴാ എന്റെ വണ്ടിയിൽ വന്ന് സ്വീകരിച്ചത് സയ്യിദല്ല എന്ന് മനസ്സിലായത്. എന്തൊരു നല്ല മുതഅല്ലിമാണ്, അല്ലാഹ് ബറക്കത്ത് ചെയ്യട്ടെ. പക്ഷേ ഞാൻ ആ സയ്യിദിനോട് ചോദിച്ചു, തങ്ങളുപ്പാപ്പേ, ഈ മുതഅല്ലിം ഇവിടെ പഠിക്കുന്നതാണോ? അതേ, പഠിക്കുന്നതാണ്. പക്ഷേ എന്താണെന്നും മിണ്ടാത്തത്? ഒന്നുമല്ല. അയാളെങ്ങനെ മിണ്ടൂലേന്ന് ഞാൻ ചോദിച്ചു. അയാളെ മിണ്ടാത്തത് കൊണ്ടല്ല, വല്ലാത്ത വിക്കുള്ള കുട്ടിയാ. അതുകൊണ്ട് വിക്കുള്ളത് കൊണ്ട് സംസാരിക്കല് കുറവാണ്. സുബ്ഹാനല്ലാഹ്. നമ്മുടെ സംസാരത്തിനൊരു വിക്ക് വന്നാൽ, സംസാരശേഷി ഇല്ലാതെ വന്നാൽ, ചെവിക്കൊരു കംപ്ലൈന്റ് വന്നാൽ, കണ്ണിനൊരു കംപ്ലൈന്റ് വന്നാൽ, ഈ പിറകിൽ നിൽക്കുന്ന ആളുകളെ ഒന്നും കാണാൻ, മുഖം വ്യക്തമായിട്ട് മനസ്സിലാവാൻ എനിക്ക് കാഴ്ച കുറവാണ്. ഇങ്ങനെ കാഴ്ചക്ക് കുറവ് വന്നാൽ സുബ്ഹാനല്ലാഹ്, അത് ആർക്ക് നികത്തി തരാൻ പറ്റും? ആർക്ക് പരിഹരിച്ചു തരാൻ പറ്റും? ഇങ്ങനെ
ഇങ്ങനെ സംസാരിക്കാനും കാണാനും കേൾക്കാനും സർവ്വത്തിനും നമുക്ക് കഴിവും നൽകുന്ന അല്ലാഹു തആല, ആ അല്ലാഹുവിന്റെ കലാം, അവന്റെ വചനങ്ങളാകുന്ന വിശുദ്ധ ഖുർആൻ, അതൊന്ന് വായിക്കാനോ അത് വായിച്ചു പഠിക്കാനോ എനിക്കും നിങ്ങൾക്കും സമയം കിട്ടുന്നില്ലെങ്കിൽ എന്തൊരു നന്ദിയില്ലാത്തവരാ. മോനെ, ഖുർആൻ ഓതാത്ത ദിവസങ്ങളുണ്ടാവരുത്, അൽ-കഹ്ഫ് ഓതാത്ത വെള്ളിയാഴ്ചയുണ്ടാവരുത്, യാസീൻ ഓതാത്ത ആഴ്ചയുണ്ടാവരുത്.